ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാസ്റ്റർ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ മലയാളം സബ്ജക്റ്റ് ആണ്. പക്ഷെ കൂട്ടുകാർക്ക് എക്സാം എങ്ങനെ ഉണ്ടാവാന്ന് മിസ് പറഞ്ഞത് ഓർമ്മയില്ലേ? നമുക്ക് ഉദ്ഗ്രഥനം 1, ഉദ്ഗ്രഥനം 2 അല്ലെ, ഇന്റഗ്രേഷൻ 1, ഇന്റഗ്രേഷൻ 2 എന്ന് പറഞ്ഞിട്ട് 2 ഡേയ്സ് ആയിട്ടാണ് എക്സാം ഉണ്ടായിരിക്കുക. ഓക്കെ അല്ലേ മക്കളെ? അത് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കല്ലോ. 2 ദിവസവും നമുക്ക് നമ്മുടെ കേരള പാഠാവലി ടെക്സ്റ്റ് ബുക്ക് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. ഓക്കെ, എന്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. അവിടെ മക്കൾ കൃത്യമായിട്ട് തെറ്റാതെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. കുട്ടിയുടെ പേര് എന്നുള്ളത് മക്കളുടെ പേര് എഴുതണം, സ്കൂൾ എന്നുള്ളത് മക്കളുടെ സ്കൂളിന്റെ പേര് എഴുതണം, ഡിവിഷൻ അതുപോലെ ക്ലാസ് എന്നുള്ളത് മക്കളുടെ ക്ലാസ്സും ഡിവിഷനും കൃത്യമായിട്ട് തെറ്റാതെ മക്കൾ എഴുതണം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നമുക്ക് പോയാലോ മക്കളെ? ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ക്രമപ്പെടുത്താം എന്നതാണ്. നോക്കിക്കേ മക്കളെ, എന്താണ്? ജാസ്മിൻ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി. അമ്മ പച്ചക്കറി തോട്ടത്തിലാണ്. അച്ഛനും സഹായിക്കുന്നുണ്ട്. എന്തൊക്കെ പണികളാണ് ചെയ്യുന്നത് നോക്കാം. കൃഷിയുടെ ഘട്ടങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക. നോക്കിക്കേ മക്കളെ, അപ്പൊ ജാസ്മിൻ എന്ത് ചെയ്യാണ്? സ്കൂൾ വിട്ട് വീട്ടിലെത്തിയതാണല്ലേ. അപ്പൊ അമ്മ എവിടെയാണുള്ളത്? അമ്മ പച്ചക്കറി തോട്ടത്തിലാണ്. കൂടെ ആരും ഉണ്ട് മക്കളെ? അച്ഛനും ഉണ്ട് അല്ലെ. അവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്യാണ്? അവിടെ കൃഷികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പം എന്തൊക്കെ പണികളാണ് ചെയ്തതെന്ന് നോക്കാം. അവിടെ നോക്കിക്കേ മക്കളെ, നമുക്ക് കുറെ കൃഷിയുടെ ഘട്ടങ്ങൾ തന്നിട്ടുണ്ട്. ആ ഘട്ടങ്ങളെ ക്രമപ്പെടുത്തി എത്തണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കാണാതെ അങ്ങ് പഠിച്ചു വെച്ച മക്കളെ, നമുക്ക് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ കൃഷിയുടെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അവിടെ ബോക്സുകളിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓരോന്നിന്റെയും ഓർഡർ എന്താണ്, ക്രമം എന്താ എന്നുള്ളത് ജസ്റ്റ് എഴുതിയാൽ മതി. പക്ഷെ ചിലപ്പം കൂട്ടുകാർക്ക് ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ല. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം? എഴുതാനൊക്കെ കുറച്ച് പ്രയാസമുള്ള കൂട്ടുകാരാണെങ്കിൽ നിർബന്ധമായിട്ടും എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഓരോ ഘട്ടങ്ങൾ വായിക്കാം മക്കളെ. എന്താണ്? വിത്ത് വിതയ്ക്കൽ, പിന്നെയോ നിലമൊരുക്കൽ, മണ്ണ് കിളയ്ക്കൽ, വിളവെടുക്കൽ, കളപറിക്കൽ. ഇതൊക്കെ എന്താണ് മക്കളെ? കൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണ്. ഓക്കെ, ഇവയെ നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ക്രമപ്പെടുത്തി എഴുതാനാണല്ലോ. ആദ്യം ഏതാണ് ഘട്ടം, അടുത്തത് ഏതാണ് എന്ന് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പൊ ഫസ്റ്റ് ഏതാണ് മക്കളെ? മണ്ണ് കിളയ്ക്കൽ അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മണ്ണ് നന്നായിട്ട് കിളച്ചെടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? കൃഷിക്കുള്ള നിലം ഒരുക്കാണ് വേണ്ടത്. അപ്പൊ മണ്ണ് കിളയ്ക്കല്, നിലമൊരുക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം മക്കളെ? വിത്ത് വിതയ്ക്കണം. ഓക്കെ, വിത്ത് വിതയ്ക്കല്. പിന്നെ നമുക്ക് അവിടെ തന്നിട്ടുള്ളത് കള പറിക്കലാണ് അല്ലെ. കള പറിക്കല്. ഇത് ലാസ്റ്റ് ആണ് ഏത് വരിക? വിളവെടുക്കൽ വരിക കേട്ടോ. ഇനി ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ നനയ്ക്കലൊക്കെ ഉണ്ടെങ്കിൽ, ഓക്കെ, അതൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് എഴുതുക. ഓക്കെ, ഇപ്പൊ ഇത്രയും ഘട്ടങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അവയെ നമ്മൾ എന്ത് ചെയ്തു? ക്രമപ്പെടുത്തി എഴുതി. അപ്പൊ മക്കൾ ഒന്നുകൂടി പറഞ്ഞ മക്കൾ, ഏതാണ്? മണ്ണ് കിളയ്ക്കൽ. ഇവിടെ ചിലപ്പോൾ കൂട്ടുകാർക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. നിലം ഒരുക്കലാണോ മണ്ണ് കിളയ്ക്കലാണോ ആദ്യത്തത് എന്നുള്ളത് മക്കൾക്ക് സംശയം വരാം. ആദ്യം ഏതാണ് മക്കളെ? നിലം നന്നായിട്ട് കിളച്ചിടുക. അതിനുശേഷമാണ് കൃഷിക്കുള്ള മണ്ണ് നന്നായിട്ട് കിളച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? കൃഷിക്കുള്ള നിലം ഒരുക്കുക. അതിനുശേഷം വിത്ത് നമ്മൾ ഇടും, അതുപോലെ കള പറിക്കും. പിന്നെ ലാസ്റ്റ് ആണ് ഏത് വരിക? വിളവെടുക്കൽ വരിക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, പഠിച്ചിരുന്നോ? അതുപോലെ തന്നെ നെൽകൃഷി ചെയ്യുന്ന ഘട്ടങ്ങളും അതും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോക്കിക്കേ മക്കളെ, അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് നമുക്ക് പോവാം. നമ്മുടെ ജലസ്രോതസ്സുകൾ. എന്താണ് മക്കളെ? ജലസ്രോതസ്സുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നമ്മുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, പച്ചക്കറിത്തോട്ടം നനയ്ക്കാൻ അടുത്തുള്ള കുളത്തിൽ നിന്നാണ് വെള്ളം എടുത്തത്. ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഏതൊക്കെ ജലസ്രോതസ്സുകൾ ഉണ്ട്? ഏതൊക്കെ ജലസ്രോതസ്സുകളാണ് മക്കളെ? നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഇപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു കുളം. ഇനി നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കുടിക്കാനായിട്ട് മിക്കപ്പോഴും എന്തിലെ വെള്ളത്തെയാണ് നമ്മൾ ആശ്രയിക്കാറുള്ളത്? വീട്ടിലുള്ള കിണറിനെയാണ് ആശ്രയിക്കാറുള്ളത്. പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ? കിണറുണ്ട്, പുഴയുണ്ട്, തോടുണ്ട്, കുളങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്? ജലസ്രോതസ്സുകളാണ്. അപ്പൊ അവയുടെ പേരുകൾ മക്കളെടുത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ്. 3 ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മിസ് ഇവിടെ കുറച്ചധികം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൂട്ടുകാർ എന്ത് ചെയ്യാം? ഒരു 5 ജലസ്രോതസ്സിന്റെ പേരുകൾ നിർബന്ധമായിട്ടും എഴുതാനായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഏതൊക്കെയാണ്? കിണർ, കുളം, തോട്, പുഴ, നദി, തടാകം,
അരുവി തുടങ്ങിയവയൊക്കെ എന്താണ് ജലസ്രോതസ്സുകളാണ്. ഇതിൽ ഈസി ആയിട്ടുള്ള ഒരു 5 എണ്ണത്തിന്റെ പേര് എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും എഴുതി പഠിച്ച് തന്നെ പോയിക്കോളൂ മക്കളെ. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. മിസ് പറയാൻ പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നോക്കിക്കേ, ഇതാണ് ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതുക. നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ഈ ഒരു പ്രവർത്തനം നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തന പുസ്തകത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളതുമാണ്. ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ചിട്ട് ചെറിയൊരു കുറിപ്പ് എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, മിസ് പറഞ്ഞല്ലോ 5 ജലസ്രോതസ്സുകളുടെ പേര് പഠിക്കുക. അതിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യുക, ഒരു 3-4 വാക്യം സ്വയം എഴുതാനായിട്ട് മക്കള് പഠിച്ചു വെച്ച് പോവാ. നോക്കിക്കേ മക്കളെ, അപ്പൊ മിസ് കിണറിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. കിണർ ഒരു പ്രധാന ജലസ്രോതസ്സാണ്. കിണറിൽ നിന്ന് ശുദ്ധജലം ലഭിക്കുന്നു. കിണറിലെ വെള്ളം കുടിക്കാനും കുളിക്കാനും പാചകം ചെയ്യാനും ഉപയോഗിക്കുന്നു. കിണറിലെ വെള്ളം പാഴാക്കാതെ സൂക്ഷിക്കുന്നു. കാരണം മക്കളെ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് വാക്യങ്ങളാണ് മിസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ കിണർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രധാന ജലസ്രോതസ്സാണ്. കിണറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും മക്കളെ, ശുദ്ധജലം ലഭിക്കും. അത് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കും, കുടിക്കാനും കുളിക്കാനും ചെടി നനയ്ക്കാനും വാഹനങ്ങൾ കഴുകാനും അതിന് വീട്ടിലുള്ള ഒട്ടുമിക്ക എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട് മക്കളെ, കിണറിലെ വെള്ളം ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ മക്കൾക്ക് ഇതിൽ ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ്. മിസ് കുറച്ച് ഉപയോഗങ്ങളെ കൊടുത്തിട്ടുള്ളൂ, മക്കൾക്ക് എന്ത് ചെയ്യാം കൂടുതൽ ഉപയോഗങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, കിണറിലെ വെള്ളം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അനാവശ്യമായിട്ട് പാഴാക്കാതെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാ, കുളത്തെ കുറിച്ചോ തോടിനെ കുറിച്ചോ പുഴയെ കുറിച്ചോ ഒരു ചെറിയൊരു കുറിപ്പ്, ഒരു 2-3 സെന്റൻസുകൾ മക്കൾ എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ടും, കുറച്ച് എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാരാണെങ്കിൽ എഴുതി തന്നെ പഠിച്ചിട്ട് പോവാ. ഓക്കെ അല്ലേ. അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ ഇതാ കൂട്ടുകാർക്കായിട്ടൊരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ, ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം മക്കളെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, സ്വാതന്ത്ര്യ ദിനം ഏതാണ് മക്കളെ, സ്വാതന്ത്ര്യ ദിനം നമ്മുടെ എന്താണമ്മേ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ എന്താ മക്കളെ, ദേശീയ പതാകയ്ക്ക് നിറം നൽകൂ. സിമ്പിൾ അല്ലേ മക്കളെ, മിസ് പറയേണ്ട ആവശ്യമുണ്ടോ? 3 കളർ നമ്മൾ പഠിച്ചിട്ടില്ലേ, കുങ്കുമം, വെള്ള, പച്ച. അശോക ചക്രത്തിന് ഏത് കളറ്, നീല കളറ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ മക്കൾ ഇവിടെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കളർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റഡി മെറ്റീരിയൽ എടുക്കുക. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും വായിച്ചു നോക്കുക, അതിന്റെ ഉത്തരം നിങ്ങൾ സ്വയം എഴുതുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ആൻസർ എഴുതേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, ഇതേപോലൊരു ദേശീയ പതാക വരയ്ക്കുക, അതിനെന്ത് ചെയ്യുക, കളർ കൊടുക്കുക. ഓക്കെ, മാറിപ്പോവരുത്, കൃത്യമായിട്ട് കളർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ. ദെൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള ചക്രത്തിന്റെ പേരെന്താണ്? ഈ ഒരു ചക്രത്തിന്റെ പേര് എന്താ മക്കളെ? മിസ് ഇപ്പം പറഞ്ഞു, എന്താണ് ആ ചക്രത്തിന്റെ പേര്? പറഞ്ഞു, എന്താണ്? അശോക ചക്രമാണല്ലേ. എന്താണ് മക്കളെ? അശോക ചക്രമാണ് കേട്ടോ. ഏതാണ്? അശോക ചക്രം. ക്ലിയർ അല്ലേ മക്കളെ? എത്ര വരകളാണ് അതിനുള്ളിൽ ഉണ്ടായിരിക്കുക? 24 ആരക്കാലുകളാണ് കേട്ടോ. നമ്മളിങ്ങനെ അശോക ചക്രം വരയ്ക്കില്ലേ, അതിന് നമ്മൾ കുറെ വരകൾ ഇങ്ങനെ കൊടുക്കില്ലേ, എത്ര എണ്ണം ഉണ്ടായിരിക്കും? 24 ആരക്കാലുകളാണ് ഉണ്ടായിരിക്കുക. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ ദേശീയ പതാകയാണ്, 3 നിറങ്ങളാണുള്ളത്. ആരാണ് മക്കളെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്? പിംഗലി വെങ്കയ്യാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? നടുവിലുള്ള ചക്രത്തിന് പറയുന്ന പേരെന്താണ്? അശോക ചക്രം. ക്ലിയർ. ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. 200 രൂപ നോട്ട് നോക്കൂ, അതിൽ കാണുന്നത് ആരുടെ ചിത്രമാണ്? വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ആരാണ് മക്കളെ? ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ മഹാത്മാഗാന്ധിയാണ് അല്ലെ. നമ്മുടെ ഗാന്ധി അപ്പൂപ്പന്റെ ചിത്രമാണ് നമുക്ക് ഇവിടെ കാണുന്നത്.
നോട്ടുകളിൽ കാണുന്നത് അല്ലെ. മക്കൾ കണ്ടിട്ടില്ലേ, എല്ലാ നോട്ടുകളിലും ആരുടെ ഫോട്ടോ ഉണ്ടായിരിക്കും? മഹാത്മാഗാന്ധിജിയുടെ അല്ലെ, അല്ലെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അല്ലെ. നമ്മൾ ഗാന്ധിജി, ബാപ്പുജി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ ആരുടെ ചിത്രമാണ് മക്കളെ? ഗാന്ധിജിയുടെ ചിത്രമാണ് എല്ലാ നോട്ടുകളിലും നമ്മൾ കാണുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഡയറി എഴുതാം. നിങ്ങളുടെ സ്കൂളിലെ സ്വാതന്ത്ര്യദിന വിശേഷങ്ങൾ ചേർത്ത് ഡയറി ചെയ്തു. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പഠിച്ചിരുന്ന മക്കളെ. ഡയറി എന്തായാലും നമുക്ക് എഴുതാനുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഡയറി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ എന്ത് എഴുതണം? ഡേറ്റ് എഴുതണം. അതുപോലെ ഏതാണ് ആ ദിവസം എന്നുള്ളത് കൃത്യമായിട്ട് മക്കൾ എഴുതാം മക്കളെ. അതിന് നമുക്ക് പ്രത്യേക മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഡയറി എഴുതി നോക്കാം. നോക്കിക്കേ, നമ്മൾ എഴുതിയിട്ടുണ്ട് ഓഗസ്റ്റ് 15 വെള്ളി എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. നോക്കിക്കേ മക്കളെ, ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഞാൻ രാവിലെ തന്നെ പുതിയ യൂണിഫോം ഇട്ട് സന്തോഷത്തോടെ സ്കൂളിൽ പോയി. സ്കൂളിൽ വെച്ച് ദേശീയ പതാക ഉയർത്തി. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ദേശീയ ഗാനം പാടി. ഇന്ന് സ്കൂളിൽ നിന്ന് പായസം ഉണ്ടായിരുന്നു. എനിക്ക് അത് വളരെ ഇഷ്ടമായി. ടീച്ചർ സ്വാതന്ത്ര്യദിനത്തെ കുറിച്ച് പറഞ്ഞു തന്നു. നമ്മുടെ നാടിനു വേണ്ടി പോരാടിയ ഗാന്ധിജിയെയും മറ്റ് നേതാക്കളെയും കുറിച്ച് ഞാൻ അറിഞ്ഞു. വളരെ സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഓക്കെ മക്കളെ, ഇവിടെ ഡയറി എഴുതുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ? മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു തീയതി ദിവസം എഴുതുന്നതിന് പ്രത്യേക മാർക്കുണ്ട്. അതുപോലെ ഡയറിക്ക് നല്ലൊരു സ്റ്റാർട്ടിങ്ങും അതുപോലെ നല്ലൊരു അവസാനവും വേണം. നോക്കിയേ മക്കളെ, ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനമായിരുന്നു അല്ലെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. ഓക്കെ, ഇനി നിങ്ങളുടെ പിറന്നാളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എഴുതാം ഇന്ന് എന്റെ പിറന്നാളായിരുന്നു. അല്ലെങ്കിൽ ഇനി ഒന്നുമില്ലെങ്കിൽ എല്ലാ ഡയറിയിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ദിവസമാണ് മക്കൾക്ക് എഴുതാം. ഇന്ന് ഒരുപാട് സന്തോഷം തോന്നിയ ദിവസമായിരുന്നു. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തുകൂടെ മക്കളെ? കൂടെ അല്ലെങ്കിൽ ഇനി എനിക്ക് മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. അത് ഏത് ഡയറി, നിങ്ങൾക്ക് സന്തോഷമായിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ, ഏത് ഡയറിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഇനി എനിക്ക് മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. ഓക്കെ, അപ്പൊ കുറച്ചൊക്കെ എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത്തരത്തിലുള്ള സെന്റൻസുകളൊക്കെ ഒന്ന് എഴുതി പഠിച്ചത് നന്നായിരിക്കും. അതുപോലെ തന്നെ എന്താ മക്കളെ, എനിക്ക് ഏറെ സന്തോഷം തോന്നിയ ദിവസമായിരുന്നു ഇന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഡയറി ചെയ്തിട്ടുള്ളത്, അവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒരു സ്റ്റാർട്ടിങ്ങും ഒരു എൻഡിങ്ങും ഒക്കെ കൊടുക്കാനായിട്ട് കൃത്യമായിട്ട് മക്കൾ ശ്രദ്ധിക്കുക. ഡയറി നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് പഠിച്ച മക്കളെ ഡയറി എഴുതുമ്പോൾ ഇതുപോലെ ഡേറ്റ് ദിവസവും എഴുതാൻ മറക്കരുത്. ഓക്കെ അല്ലേ? ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡയറി തന്നെ എഴുതി പഠിച്ച മക്കളെ നമ്മൾ അത് തന്നെ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ അല്ല മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഓരോ ക്ലാസ്സുകൾ കണ്ടിട്ട് മക്കൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കുക, എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ആവുക. ഓക്കെ അല്ല മക്കളെ? എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ്സിന് മറ്റൊരു ഓണം സ്പെഷ്യൽ ഓഫർ കൂടി പറയാനായിട്ടുണ്ട് കേട്ടോ. മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓണം ഓഫറിൽ നമ്മൾ 610 രൂപയ്ക്കാണ് കൂട്ടുകാർക്ക് ഇനി ഈ ഒരു വർഷത്തേക്കുള്ള കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൽ അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 100 പേർക്ക് നമ്മൾ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൂടി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോവാണ് മക്കളെ. അതിന് മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കൂട്ടുകാർ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ മക്കളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ സ്കൂളിന്റെ പേരും നിങ്ങളുടെ പ്ലേസും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അയക്കുക കേട്ടോ. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്കാണ് മക്കളെ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ കൂടി അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്.